നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ചിക്കിങ് ഒരു മലയാളിയുടെ കമ്പനിയാണെന്ന്? KFC, മെക്ഡൊണാൾഡ്സ്, അൽബേക്ക് ഇത്രയും വലിയ കമ്പനികളിലായിട്ട് ചിക്കിങ് ഇത്രയും വലിയ ബ്രാൻഡ് എങ്ങനെയായി? ഞാൻ പറഞ്ഞുതരാം. സൂര്യനായ AK മൻസൂറാണ് ചിക്കിങ്ങിൻ്റെ ഫൗണ്ടർ. ദുബായിൽ 2000-ലാണ് ചിക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ലോകത്ത് 35-ലധികം കൺട്രീസിൽ 300-ലധികം ഔട്ട്ലെറ്റ്സ് അവൈലബിൾ ആണ്. ചിക്കിങ് ഇത്രയും വലിയ ഗ്ലോബൽ ബ്രാൻഡാനുള്ള റീസൺ എന്തായിരിക്കുള്ളൂ? റീസൺ അവർ കസ്റ്റമേഴ്സിന് വേണ്ടി ഫോക്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, 100% ഹലാൽ നോൺ ഫ്രോസൺ ഫ്രഷ് ചിക്കൻ സെർവ് ചെയ്ത്. 2, ചിക്കിങ്ങിന് ഒരു 12 hours റൂൾ ഉണ്ട്. 12 മണിക്കൂർ റൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനിൽ കറക്റ്റായിട്ട് മസാല പിടിക്കാനും ഫ്ലേവേഴ്സ് കറക്റ്റായിട്ട് അപ്ലൈ ആവാനും 12 hours മാരിനേറ്റ് ചെയ്തിട്ടാണ് ഓരോ ചിക്കനും സെർവ് ചെയ്യുന്നത്. 3, വെറൈറ്റി ഓഫ് മെനൂസ്. ഇതിലെല്ലാം ഉപരി മെയിൻ സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ഫൗണ്ടറിൻ്റെ വിഷനാണ്. ലോകത്തിലെ ഓരോ കോണിലുള്ളവർക്കും 12 hours മാരിനേറ്റ് ചെയ്ത 100% ഹലാലായിട്ടുള്ള ഫ്രഷ് ചിക്കൻ സെർവ് ചെയ്യുന്ന ഗ്ലോബൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നായിരുന്നു AK മൻസൂർ എന്ന ഫൗണ്ടറിൻ്റെ വിഷൻ. അതാണ് മെയിൻ റീസൺ. ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരു റീലിലാണ് ചിക്കിങ് മലയാളിയുടെ ഇത്രയും വലിയൊരു ബ്രാൻഡ് എന്ന് അറിയുന്നത്. അതുമാത്രമല്ല, ഓരോ മലയാളിക്കും ഇതൊരു കോൺഫിഡൻസും അതേപോലെ തന്നെ ഇൻസ്പിറേഷൻ തരുന്നൊരു സ്റ്റോറിയും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത്.